بسم الله الرحمن الرحيم السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ സംബന്ധിച്ച് നമുക്ക് അറിവും അവബോധവും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ക്ലാസ് ഇടക്കൊന്ന് മുടങ്ങിയാൽ പിന്നെ ആളുകൾ പെട്ടെന്ന് മെയിൻ്റെ നിന്ന് പോകും. അത് കഴിഞ്ഞ ക്ലാസ് ഒരു നിർബന്ധ സാഹചര്യത്തിൽ മുടങ്ങിയതാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് തുടരാം. പക്ഷേ ചില വിഷയങ്ങൾ ഇടയിൽ നിങ്ങളോട് സൂചിപ്പിക്കൽ അനിവാര്യമായതായിട്ട് എനിക്ക് തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെയൊക്കെ നാട്ടിലിപ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറം ജില്ലയിലൊക്കെ ഈ മുസ്ലിം പെൺകുട്ടികൾ അന്യമതസ്ഥരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു. അപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ റിപ്പോർട്ട്, അത്രേ ഉള്ളൂ, റിപ്പോർട്ടിൽ അനുസരിച്ച് 15-ലധികം പെൺകുട്ടികൾ ഈ ഒരാഴ്ചക്കുള്ളിൽ പോയിട്ട് വിവാഹം കഴിച്ച് നിൽക്കുന്നുണ്ട്. അതിന് ഈ പലതരത്തിലുള്ള വിവാഹങ്ങൾ, അതിന് മിശ്ര വിവാഹം എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. മിശ്ര വിവാഹം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ പോയിട്ട് ഹാരമണിയിച്ചും അമ്പലങ്ങളിൽ പോയിട്ട് അവിടെ താലി ചാർത്തിയും ഒക്കെയാണ് ഇത് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിലാണത്. മുസ്ലിം പെൺകുട്ടികളാണ് ഇതിന് ടാർഗറ്റ് ചെയ്തത്. മുസ്ലിം പുരുഷന്മാർ ഇതര മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഇങ്ങോട്ട് വിവാഹം കഴിക്കുന്ന പ്രവണതയില്ല. രണ്ട് തന്നെയാണെങ്കിലും അതൊരു ചർച്ച ചെയ്യേണ്ട വിഷയവും, പ്രത്യേകിച്ച് നമ്മുടെ തലമുറയിൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് എന്താ കുഴപ്പം എന്നൊരു ചോദ്യവും, ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് അതിനിപ്പോൾ എന്തിനാ എതിര് നിൽക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ചോദ്യം. അവിടെ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കട്ടെ, അത് പോട്ടെ. ഈ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ സംതൃപ്തമായിട്ട് ഈ പോയ ആളുകൾ മരണം വരെ ജീവിച്ചിട്ടുണ്ട്? ഇല്ലല്ലോ. ഏറിപ്പോയ ഒരു മാസം 2 മാസം, പിന്നെ അങ്ങ് പോയ ഒരു കൊല്ലം, അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ തട്ടി തകർന്ന് വരികയാണ്. അതൊരു പക്ഷെ നിങ്ങൾക്ക് ആ റിപ്പോർട്ടുകളൊന്നും നിങ്ങളുടെ കയ്യിലുണ്ടായിക്കൊള്ളുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ കയ്യിൽ അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്നും അല്ലാതെ ആയി പോയി കഴിഞ്ഞാൽ അത് പിന്നെ പരിഹരിക്കാൻ വേണ്ടി വന്ന് സമീപിക്കുന്നത് ഞങ്ങളെപ്പോലത്തെ ആളുകളുടെ മുമ്പിലാണ്. എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്. മാതാപിതാക്കൾ സ്വീകരിക്കാൻ തയ്യാറാകാത്ത മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കുട്ടികൾ ഇനി എന്തു ചെയ്യും എന്ന അവസ്ഥയിൽ അരക്ഷിതാവസ്ഥയുണ്ട്. ഇവിടെ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിൽ ഈ വിഷയത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമ്മൾ അറിയണം. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് അവർ തമ്മിൽ അങ്ങോട്ട് കല്യാണം കഴിക്കാം എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ രീതി. ഇസ്ലാമിൽ ഒളിച്ചോട്ടം എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല, ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. നിക്കാഹ് കഴിച്ച് ജീവിക്കുക, അതിനാണ് അതിനാണ് ഇസ്ലാം
പരിഗണന കൊടുത്തിട്ടുള്ളത്. മറ്റൊന്നും പരിഗണിക്കപ്പെടുകയില്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന, അവരുടെ കുടുംബക്കാരുടെ അഹ്ലുകാരുടെ സമ്മതപ്രകാരം അവരെ കല്യാണം കഴിക്കുന്ന. ഒരാണും ഒരു പെണ്ണും തമ്മിൽ കണ്ട് അവരിഷ്ടപ്പെട്ട് ഏതെങ്കിലും പാർട്ടി ഓഫീസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിലോ പോയി കല്യാണം കഴിച്ചാൽ അത് ഇസ്ലാം അംഗീകരിച്ച ഒരു വിവാഹം അല്ല. കാരണം നമ്മുടെ ആദർശമനുസരിച്ച്, നമ്മുടെ മതമനുസരിച്ച് വൈവാഹിക ജീവിതം എന്നുള്ളത് ഒരു നാട്ടാചാരം അല്ല. അങ്ങനെയാണ് പല ആൾക്കാരും കരുതിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾക്ക് വിവാഹപ്രായമായാൽ, പെൺകുട്ടികളെ കെട്ടിക്കേണ്ട സമയമായാൽ അവരെ കെട്ടിച്ച് വിട്ടില്ല എങ്കിൽ നാട്ടുകാരെന്ത് കരുതും? അല്ലെങ്കിൽ അവരെന്ത് കരുതും? വേറൊരു വഴിയില്ലാത്തതിൻ്റെ പേരിൽ കെട്ടിച്ചു വിടുക, അതൊന്നുമല്ല നമ്മുടെ വിവാഹം. ഖുർആൻ നമ്മൾ കേട്ട് പരിചയമുള്ള നിക്കാഹിൻ്റെ ഖുത്ബകളിലൊക്കെ കേട്ട് പരിചയമുള്ള ഒരു ഭാഗം തന്നെ ഖുർആൻ ഈ വിഷയത്തിൽ നടത്തിയ പ്രയോഗമാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ, നാം അവരിൽ നിന്ന് എന്ത് ചെയ്തു? നിങ്ങളിൽ നിന്ന് ഒരു ഉറച്ച ബലിഷ്ഠമായ കരാറാണ് പിടിച്ചിരിക്കുന്നത്. ആ ബലിഷ്ഠമായ കരാർ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഓഫീസിലോ രജിസ്റ്റർ ഓഫീസിലോ നടത്തേണ്ട കാര്യമാണത്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഇസ്ലാം അല്ലാത്ത മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാട്, മറ്റൊരു കാര്യത്തിലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിനുള്ളത് ഒരു വൈഡായ കാഴ്ചപ്പാടാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ഇതര മതത്തിൽപ്പെട്ട രണ്ടാളുകൾ, ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ അതല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയോ ആരാണെങ്കിലും, അവർ ദമ്പതിമാരായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു വരവേ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, രണ്ടാളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, അതല്ലെങ്കിൽ ഒരാൾ ആദ്യം കടന്നു വന്നു പിന്നീട് മറ്റൊരാൾ കടന്നു വന്നു, അങ്ങനെ കടന്നു വന്നാൽ അവർ മുമ്പ് ആചരിച്ചിരുന്ന ഏതെല്ലാം ആചാര അനുഷ്ഠാനങ്ങളുണ്ടോ അതെല്ലാം അതോടുകൂടെ അവസാനിച്ചു. ഇനി അവരുടെ മതത്തിൽ അല്ലെങ്കിൽ അവരുടെ ആദർശത്തിൽ അവർ ഇതുവരെ അനുഷ്ഠിച്ചതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല. ഇസ്ലാം അംഗീകരിക്കൂല. ഏതൊഴിച്ച്? വിവാഹം ഒഴിച്ച്. ആ വിവാഹം അവരുടെ മതമനുസരിച്ച് നടത്തിയ, ഇപ്പോൾ കതിർമണ്ഡപത്തിൽ വെച്ച് നിലവിളക്കിൻ്റെ സാന്നിധ്യത്തിൽ താലി കെട്ടി അഗ്നിസാക്ഷിയായി, അതല്ലെങ്കിൽ ആൾരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പുരോഹിതൻ നടത്തിക്കൊടുത്ത വിവാഹം, അതല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ രജിസ്ട്രാറിന് മുമ്പിൽ വെച്ച് ഒപ്പിട്ട് നടത്തിയ വിവാഹം, ഏത് വിവാഹമാണെങ്കിലും അവർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന ഏകൊരു കാര്യം ആ വിവാഹം മാത്രമേ ഉള്ളൂ, വേറൊന്നും പറ്റില്ല. അപ്പോൾ വിവാഹത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുണ്ട്, വൈഡായ കാഴ്ചപ്പാടാണുള്ളത്. അങ്ങനെയുള്ള ആ കാഴ്ചപ്പാട് അവർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബലമാണ് പറഞ്ഞത്, ഒരു ബലിഷ്ഠമായ കരാറാണ്. അപ്പം അങ്ങനെ ബലിഷ്ഠമായൊരു കരാറ് മുസ്ലിം നിർവഹിക്കുമ്പോൾ അതെവിടെയെങ്കിലും പോയി നടത്തേണ്ടതല്ല. അത് മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടെ നടത്തേണ്ട ഒരു കരാറാണ് വിവാഹം എന്നുള്ളത്. വിവാഹത്തിനെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം അള്ളാഹു വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞത് വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, അള്ളാഹു നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് അള്ളാഹു ഭയങ്കര അനുഗ്രഹമായിട്ടാണ് പറയണത്. അള്ളാഹിൻ്റെ അനുഗ്രഹമാണത്, നമുക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഒരു ഇണയില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, അങ്ങനത്തെ ഒരു ജീവിതമാണ് നമുക്ക് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. വ്യവസ്ഥയില്ല, ജീവിതത്തിന് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല എങ്കിൽ എത്ര അരോചകമായിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടാകുക. അള്ളാഹു ഖുർആനിൽ ഒരു വിഷയത്തെ പറ്റി പറയണമെങ്കിൽ,
ഞാൻ അനുഗ്രഹമാണ്, അള്ളാഹിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറയണമെങ്കിൽ അത് വലിയ അനുഗ്രഹമായിരിക്കണം. അങ്ങനെ ഒരു സംഭവം അള്ളാഹു തആല, അതല്ലാത്തൊരു സംഭവത്തെ അള്ളാഹു തആല എടുത്ത് പറയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ഇസ്ലാമിൽ ഖുർആന്റെയും ഹദീസിൻ്റെയും കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ശരിക്കും മെയിനിൽ കൊണ്ടുവരണം. ഇനി ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന വിഷയം നിങ്ങളുടെ ഒരു പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാം. ഇനി നമ്മുടെ മക്കൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന വിഷയം അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അറിയേണ്ട കാര്യം, ഒന്നാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സഹാബികൾ വന്ന് ചോദിച്ചു. അന്ന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാത്രയിൽ ഈ സ്വർണവും വെള്ളിയും ആണോ സമ്പത്തിലെ ഏറ്റവും മുന്തിയത് എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അന്ന് സ്വർണത്തിനും വെള്ളിക്കൊക്കെ ഒറ്റ മൂല്യമാണ്, ഒരേ മൂല്യമാണ്. ഇന്നാണ് സ്വർണം മുകളിലും വെള്ളി താഴെയായത്. പക്ഷെ അന്ന് അങ്ങനെയല്ല, സ്വർണവും വെള്ളിയൊക്കെ ഏകദേശം ഒരേ മൂല്യമുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവർ യാത്രയിൽ സംസാരിക്കുകയാണ്, ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, ലൗ അലിംന അയ്യുൽ മാലി ഖൈറുൻ ഫനത്തഖിദഹു, ഏത് സമ്പത്താണ് ഏറ്റവും നല്ല സമ്പത്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞു തരികയാണ് എങ്കിൽ ഞങ്ങൾ അത് ശേഖരിക്കാം. ഇതാ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, അഫ്ളലുഹു, സമ്പത്തിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്ത്. ഫളൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത, ശ്രേഷ്ഠമായത്. അഫ്ളൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത് ലിസാനുൻ ദാക്കിറുൻ, ദിക്ർ ചെയ്യുന്ന നാവാണ്. വഖൽബുൻ ഷാക്കിറുൻ, നന്ദിയുള്ള മനസ്സാണ്. വസൗജത്തുൻ സ്വാലിഹത്തുൻ, സ്വാലിഹത്തായ ഇണയാണ്. ഇത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലേ, ഇതിനേക്കാൾ വലിയ സമ്പത്ത് വേറെ ഏതാണുള്ളത്? ഒരാള് അയാളുടെ ജീവിതത്തിൽ, ഞാൻ ഒരു വലിയൊരു സമ്പന്നനെ ഒരിക്കൽ പരിചയപ്പെട്ടു, ഒരു യാത്രയിൽ പരിചയപ്പെട്ടതാണ്. വലിയ സമ്പന്നനാണ് അയാൾ, ധർമ്മിഷ്ഠനാണ്. പക്ഷേ അയാളുടെ സമ്പാദ്യത്തിൻ്റെ വലിപ്പം അയാളിങ്ങനെ പറഞ്ഞു തന്നു. ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, എത്ര ഭാര്യയും എത്ര മക്കളും ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞ്, ഭാര്യ ഇല്ല, അത് ഓളായിട്ട് ഞാൻ തെറ്റിപ്പിരിഞ്ഞ് ഇപ്പം ഭാര്യ ഇല്ലാണ്ടാ ജീവിക്കണം. അയാൾക്ക് എത്ര സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? സമ്പത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരു മനുഷ്യന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു സ്വാലിഹത്തായ ഭാര്യയുണ്ടോ അല്ലെങ്കിൽ സ്വാലിഹായ ഒരു ഭർത്താവുണ്ടോ എന്നുള്ളതാണ്. അതിനേക്കാളും വലുതൊന്നുമില്ല. രണ്ടാമത്തെ വിഷയം, ഒരു മനുഷ്യന്റെ അയാൾ ജീവിതത്തിൽ വിജയിച്ചു, ഞാൻ ജയിച്ചു എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണ്? വമിന സആദത്തി, വിജയത്തിന്റെ ലക്ഷണം. വിജയത്തിന് ഇത് നിങ്ങൾക്ക് കണ്ടോ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ ജീവിതത്തിൽ ജയിച്ചവനാണ് എന്ന് പറയാൻ അൽഹംദുലില്ലാ എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നുള്ള നിങ്ങൾ ചിന്തിക്കുക. വമിന സആദത്തി അൽ മർഅത്തു സ്വാലിഹത്തു, ഒരു സ്വാലിഹത്തായ ഭാര്യ, അതൊരാളുടെ ജീവിതത്തിൻ്റെ വിജയലക്ഷണമാണ്. വൽ മസ്കനുൽ വാസിഉ, സൗകര്യമുള്ള ഒരു വീട്, അത് ആ ജീവിതത്തിലെ വിജയമാണ്. വൽ ജാറു സ്വാലിഹ്, നല്ലൊരു അയൽവാസി, ജീവിത വിജയമാണ്. വൽ മർക്കബുൽ ഹനിയു, നല്ലൊരു വാഹനം. ഇത് നാലും ഒരാളുടെ ജീവിതത്തിൻ്റെ വിജയമാണ്. ഇത് നാലും ഉണ്ടോ? നാലും ഉണ്ടെങ്കിൽ ഞാൻ ജയിച്ചു.
ആ 4 നമ്മൾ അതിനു വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടതുള്ളൂ. അല്ലാണ്ട് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കിയിട്ട്, അതല്ലെങ്കിൽ ഒരുപാട് സമ്പാദ്യം വേറെ ഇനത്തിൽ നമ്മൾ ഉണ്ടാക്കി, കുറേ പണമുണ്ട്, പൈസ ഒരുപാടുണ്ട്, പക്ഷേ സംഭവം വീട്ടിലുള്ള ആളത്ര ശരിയല്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഹദീസിൽ തന്നെ അതിന്റെ നെഗറ്റീവ് കൂടെ ഓപ്പോസിറ്റ് കൂടെ പറയുന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് അർബഉ മിനശ് ശഖാവത്തി, ഒരാളുടെ പരാജയത്തിന്റെ ലക്ഷണം എന്താണ്? 4 കാര്യമാണ്. 1 അൽ മർഅത്തു സൂ, മോശം ഭാര്യ, വൽ മസ്കനു ഉളീഖ്, ഇടുങ്ങിയ വീട്, വൽ ജാറു സൂ, മോശക്കാരനായ അയൽവാസി, വൽ മർക്കബ് സൂ, മോശമായ തകരാറിലുള്ള വാഹനം. ഇത് ഒരാളുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ ലക്ഷണമാണ്. ഇതൊന്നും ഇല്ല എങ്കിൽ കുഴപ്പമില്ല. ഒരാൾക്ക് അതൊന്നും ഇല്ല, ഭാര്യ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരാൾക്ക് വീടില്ല, എന്നിട്ട് അയാൾ പരാജയപ്പെട്ടു എന്നല്ല അതിനർത്ഥം. അയാൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരാൾക്ക് വാഹനം നല്ലതില്ല, അയാൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതൊക്കെ ഭൗതിക ജീവിതത്തിൽ അള്ളാഹു ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടയാളമായി കാണിച്ചു കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വിജയം നമുക്കുണ്ടാകാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കാര്യങ്ങളിൽ 1 മർഅത്തു സാലിഹത്താണ്, നല്ല ഭാര്യയാണ്. നിരാശപ്പെടുന്നും വേണ്ട, അങ്ങനെ ചിന്തിച്ചിട്ട് മുഖമൊന്നും വേണ്ട. ചില തലകൾ ചിരിക്കുന്നതായി ഞാൻ കാണുന്നു. എന്താണ് ഇതൊക്കെ? ഇനിയിപ്പോൾ ഇതൊക്കെ എപ്പോഴുണ്ടാക്കുക ഇനി? മൂന്നാമത്തേത്, ഒരു സ്വാലിഹത്തായ ഭാര്യ അല്ലെങ്കിൽ സ്വാലിഹായ ഭർത്താവ് ഒരാൾക്കുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താണ്? അവൻ ദീനിന്റെ പകുതി ഭാഗം ഇനി അവന് ശ്രദ്ധിക്കേണ്ടതില്ല. മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സ്വാലിഹതൻ, ഒരാൾക്കൊരു നല്ല ഭാര്യയെ കൊടുത്തു, സ്വാലിഹത്തായ ഭാര്യയെ കൊടുത്തു എങ്കിൽ ഫഖദ് അആനഹുല്ലാഹു അലാ ശത്രി ദീനിഹി, ദീനിന്റെ പകുതിയിൽ അള്ളാഹു അയാളെ സഹായിച്ചു കഴിഞ്ഞു. ഫൽയത്തഖില്ലാഹ ഫി ശത്രി സാനി, ബാക്കി പകുതിയിൽ അള്ളാഹിന്റെ കാര്യം ഓർത്താൽ മതി അവൻ. അപ്പൊ ദീനിന്റെ പകുതി സാലിഹത്തായ ഭാര്യയാണെന്നാണ് പറഞ്ഞത്. അതാണ് അതിലുള്ള മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഒരു മനുഷ്യന്റെ പരലോകത്തേക്കുള്ള വിഭവങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം സാലിഹായ ഇണയാണ്. അദ്ദുന്യാ കുല്ലുഹാ മത്താഅ്, ദുനിയാവ് മുഴുവൻ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ശേഖരിക്കാൻ പറ്റിയ വിഭവങ്ങളാണ് ദുനിയാവിലുള്ളത്. വഖൈറു മതാഇദ് ദുനിയ, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അൽ മർഅത്തു സാലിഹത്തു, സാലിഹത്തായ ഭാര്യയാണ് അല്ലെങ്കിൽ സ്വാലിഹായ ഭർത്താവാണ്. ദുനിയാവിലെ വിഭവം എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് ഉപകരിക്കുന്ന വിഭവം. രണ്ട്, ദുനിയാവിൽ ഒരു നല്ലൊരു പെണ്ണുണ്ട്, നല്ല കാണാൻ നല്ല ചൊറുക്കുള്ള നല്ല ഭംഗിയുള്ളൊരു പെണ്ണുണ്ട് എങ്കിൽ ദുനിയാവിലെ വിജയം എന്നല്ല പറഞ്ഞത്, മറിച്ച് സ്വാലിഹത്തായ ഭാര്യ പരലോകത്തേക്കുള്ള വിജയമാണ്. ഇപ്പം എത്ര കാര്യങ്ങൾ പറഞ്ഞു? 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ 4 കാര്യങ്ങളിലും അണ്ടർലൈൻ ചെയ്തൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിക്കണ? ഭാര്യ എന്നോ ഭർത്താവെന്നോ വെറും വാക്കല്ല പറഞ്ഞത്, അതിനൊരു ഒരു ഒരു ക്യാപ്ഷൻ കൊടുത്തൊരു ക്വാളിറ്റി കൊടുത്തു, സ്വാലിഹത്ത്. അതാണ് പ്രാധാന്യം. ഇവിടെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് സ്വാലിഹത്താണ് എന്ന് ഒരാളെങ്ങനെ വിലയിരുത്തും എന്നുള്ളതാണ്. സ്വാലിഹത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണ് മാത്രം പുറത്ത് കാണിച്ചിട്ട് അടക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. ആണോ? കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് കിടക്കുന്ന പലരുണ്ട്, ബാക്കിയൊക്കെ മറച്ചിട്ട് ഭയങ്കര സാലിഹത്തായിരിക്കും. പക്ഷേ വീടിനകത്ത് അതുണ്ടാവില്ല, വീടിൻ്റെ ഉള്ളിലുണ്ടാവില്ല. അതുപോലെ തന്നെ നെര്യാണ്ട മുകളിൽ തുണിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നടക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകും, പക്ഷേ വീടിൻ്റെ അകത്ത് സംഗതി ആള് ശരിയല്ല. സ്വാലിഹത്താണെന്ന് പറഞ്ഞാൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഷർത്താ പറഞ്ഞത്, നിബന്ധനയാണ് പറഞ്ഞത്. 1, അല്ലത്തി തസുറുഹു ഇദാ നദറ, ഒരു പെണ്ണ് സ്വാലിഹത്താണ് അല്ലെങ്കിൽ ഒരു ഭർത്താവ് സ്വാലിഹാണ് എന്നതിൻ്റെ തെളിവെന്താ? തസുറുഹു ഇദാ നദറ, നീ അവളെ നോക്കിയാൽ അല്ലെങ്കിൽ അവൾ നിന്നെ നോക്കിയാൽ
സന്തോഷം തരും. നോക്കിയാൽ സന്തോഷം ഉണ്ടാവും. മുഖത്തേക്ക് നോക്കിയാൽ ഒരു സംതൃപ്തി കിട്ടും അല്ലേ? കിട്ടിയ ആൾക്കാരുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ചില സമയങ്ങളിൽ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലേ? റഹ്മാനായ അല്ലാഹ് എൻ്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? എന്തിനും പറഞ്ഞിട്ടാണല്ല, ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അതിലങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടാവുള്ളൂ. പക്ഷെ ആ മുഖത്തെല്ലാം ഉണ്ടാകും. നമ്മുടെ കൽബിൻ്റെ അകത്ത് പിടിച്ചു കുലുക്കുന്ന എല്ലാ മുഖത്തുണ്ടാവും. പക്ഷെ അവിടെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഇതാ നദറ തസറുഹു ഇതാ നദറ ഇലൈഹ. നീ അവളെ നോക്കിയാൽ അല്ലെങ്കിൽ അവൾ നിന്നെ നോക്കിയാൽ നിങ്ങൾ സന്തോഷം കൊടുക്കും. വതുതിഉഹു ഇദാ അമറ. നീ നിർദ്ദേശിച്ചാൽ അനുസരിക്കും. അതേപോലെ വലാ തുഖാലിഫുഹു ഫീമാ യക്റഹു ഫീ നഫ്സിഹാ വലാ ഫീ മാലിഹി. അവളുടെ ശരീരത്തിലും നിന്റെ സമ്പത്തിലും നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അവൾ ചെയ്യൂല. നാട്ടുകാരെ മുഴുവൻ നോക്കി ചിരിക്കും, പക്ഷെ സ്വന്തം ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കൂല. നാട്ടുകാരെ മുഴുവൻ നോക്കി ചിരിക്കും, പക്ഷെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കൂല. അങ്ങനെയുള്ളതൊന്നും സാലിഹത്തിൻ്റെ അടയാളമല്ല. അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യുക. എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ടായത്? അതായത് മിശ്ര വിവാഹത്തിനും ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ ജീവിക്കാനും തനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനും ഇന്നത്തെ തലമുറ തയ്യാറാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ തലമുറ നമ്മുടെ വീടിനകത്തെ അന്തരീക്ഷം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം കരുതിയിരിക്കുന്നത് എന്താണ്? ഈ അറേഞ്ച് മാരേജ് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്താണ് ഇത്. അതായത് കുടുംബക്കാർ കൂടി ആലോചിച്ച് നടന്ന കല്യാണം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഇഷ്ടപ്പെട്ടവനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകൂല. ആ തെറ്റിദ്ധാരണ മക്കൾക്ക് ഉണ്ടായിപ്പോയി. അപ്പൊ ഇങ്ങനൊരു ഒരു ഇണയ്ക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പം എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒന്നുള്ള ഇണയല്ല എങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലോ എന്നല്ല കരുതേണ്ടത്. മറിച്ച് ഇന്ന് മുതൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എൻ്റെ ഇണ അങ്ങനെ ആയി കിട്ടണമേ അള്ളാ, ഈ പറഞ്ഞ പോലെയുള്ളതായി കിട്ടണമേ അള്ളാ എന്ന് കല്യാണം കഴിഞ്ഞ ആൾക്കാർ ചിന്തിക്കുക. കല്യാണം കഴിയാത്ത ആളുകൾ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഗൗരവത്തിലെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്താണ്? സാധാരണ ഒരു കല്യാണ ആലോചന നടക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു കല്യാണ ആലോചന നടക്കുമ്പോൾ സാധാരണ ആലോചിക്കുന്നത് ആ പെണ്ണിനെ പറ്റി എന്തെങ്കിലും മോശമായ അഭിപ്രായം ഉണ്ടോ, അവരുടെ തറവാട് ഏതാണ്, ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ആളുകൾ അന്വേഷിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കില്ല. അവിടെ ഖുർആൻ പറഞ്ഞൊരു ഇതുണ്ട്, മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ വലാ മുത്തഖിദാത്തി അഖ്ദാൻ. വലിയൊരു പോയിന്റാണത്. അതായത് പരപുരുഷ സമ്പർക്കം ഇഷ്ടപ്പെടാത്ത മുഹ്സിനീങ്ങളായ നല്ല പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നല്ല പുരുഷന്മാർ, വലാ മുത്തഖിദാത്തി അഖ്ദാൻ. വലാ മുത്തഖിദാത്തി അഖ്ദാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോയ് ഫ്രണ്ട് ഉള്ള പെൺകുട്ടികളെ, ഗേൾ ഫ്രണ്ട് ഉള്ള ആൺകുട്ടികളെ തിരഞ്ഞെടുക്കണ്ട എന്നർത്ഥം. അവിടെ അന്വേഷിക്കേണ്ടത്. കാരണം സൗഹൃദം, ആ സൗഹൃദം എതിർലിംഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടുണ്ട് എങ്കിൽ അത് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, അത് തള്ളിക്കളഞ്ഞേക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞ പെൺകുട്ടികൾക്ക് നാണക്കേടാ, ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് നാണക്കേടാ. അത് പാടില്ല. കാരണം തുങ്കഹുൽ മർഅത്തുലി അർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കല്യാണം. സാധാരണ കഴിക്കാവുന്നത് 4 കാര്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ്. ലി മാലിഹ, സമ്പത്ത് നോക്കി, വലി ജമാലിഹ, സൗന്ദര്യം നോക്കി, വലി ഹസബിഹ, കുടുംബം നോക്കി, വലി ദീനിഹ, ദീൻ നോക്കി. അവിടെ പറഞ്ഞത് ഫൽഫർ ബിദാത്തി ദീൻ,
ദീനുള്ളതിനെ നീ തിരഞ്ഞെടുക്ക്. എന്നിട്ട് പറഞ്ഞിട്ടില്ലേ, തരിബത്ത് യദാക, നിന്റെ കയ്യിൽ മണ്ണ് പറ്റേണ്ടി വന്നാലും ശരി. എന്താ അതിനർത്ഥം? അതിനർത്ഥം എന്താ? നിന്റെ കയ്യിൽ മണ്ണ് പറ്റേണ്ടി വന്നു എങ്കിലും നീ ദീനുള്ള എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുറച്ച് പ്രയാസം ഉണ്ടാകും. ഏതെല്ലാം? സൗന്ദര്യം നോക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ സൗന്ദര്യവും അവളുടെ സൗന്ദര്യവും തമ്മിൽ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. റോട്ടുമ്മ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ കൂടെ കൊണ്ടുനടക്കുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നും സൗന്ദര്യത്തിൽ. തറവാടോ ആരുമില്ല, കുടുംബം ഒന്നുമില്ല, സമ്പാദ്യമോ ഒന്നുമില്ല, ഇത് മൂന്നും ഇല്ല. അതിൻ്റെ മാനസിക പ്രയാസം കുറച്ചൊന്നുമല്ല ഒരാൾ അനുഭവിക്കേണ്ടി വരിക. പക്ഷെ വേറൊരു കാര്യം പറയാം, എത്ര സൗന്ദര്യമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചാലും നമ്മുടെ അടുക്കളയിൽ നിൽക്കുന്ന പെണ്ണിനെ നമുക്ക് കാണുമ്പോൾ ഭംഗിയൊന്നുമില്ല. അത് അന്യൻ്റെ അടുക്കളയുടെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് നോക്കണം, അപ്പോഴേ ഇതിന് ഭംഗി ഉണ്ടാവുള്ളൂ. തന്നെ അപ്പുറത്തുള്ളതിനൊക്കെ നല്ല അലങ്കാരമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും, ഇതിന് മാത്രമാണ് ഭംഗി കുറവ് തോന്നുള്ളൂ. പക്ഷേ നമ്മൾ വേറെ കണ്ണുകൊണ്ട് കാണണം, കാഴ്ചപ്പാടുകൾ മാറിയാൽ മതി, അത് അപ്പം എല്ലാം ശരിയായിക്കോളും. അവിടെ ദീനിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒളിച്ചോട്ടം ഫാഷനാക്കിയ ഈ കാലഘട്ടത്തിൽ ഈ ഹദീസിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് ആലോചിക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം ഉണ്ടായതിന്റെ പേരിൽ പറഞ്ഞൊന്നുമല്ലത്. പിന്നെ ഇത് ന്യായീകരണം. ഞാനിപ്പോൾ അടുത്ത ദിവസം ഈ മിശ്ര വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയം വന്നപ്പോൾ, ഒരു ചർച്ച വന്നപ്പോൾ ഈ കല്യാണം കഴിക്കാൻ പോണ ചെക്കൻ അവിടെ അടങ്ങിയിരിക്കുകയാണ്. അവനൊരു നോൺ മുസ്ലിമാണ്, അവൻ അടങ്ങിയിരിക്കുകയാണ്. ഇവളങ്ങനെ അങ്ങനെ 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 നിബർന്ന നിൽക്കണത്, ഇങ്ങനെ വില്ല് നിൽക്കണ പോലെ അങ്ങനെ നിൽക്കുക. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഖുർആനിലില്ലേ മിശ്ര വിവാഹം അനുവദനീയാണെന്ന്? ഖുർആനിലില്ലേ എന്ന് മിശ്ര വിവാഹം? അപ്പൊ ഞാൻ ചോദിച്ച ആയത്തൊന്നും ഓതാൻ പറഞ്ഞു. ആ കുട്ടി ആയത്തോതി. ആ കുട്ടി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നിന്നുള്ള ആയത്തോതി. വൽ മുഹ്സനാത്തു മിനൽ മുഅ്മിനാത്തി വൽ മുഹ്സനാത്തു മിനല്ലദീന ഊതുൽ കിതാബ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തോതി. എന്താ അതിനർത്ഥം? വൽ മുഹ്സനാത്തു മിനൽ മുഅ്മിനാത്തി, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള സച്ചരിതരായ പെണ്ണുങ്ങളും, വൽ മുഹ്സനാത്തു മിനല്ലദീന ഊതുൽ കിതാബ, വേദം നൽകപ്പെട്ട വേദക്കാരിൽ നിന്നുള്ള നല്ല പെണ്ണുങ്ങളും, എന്താണ് ഊതുൽ കിതാബ് മിൻ ഖബലിക്കും, ആ പെണ്ണുങ്ങളും, ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുന്ന, അവർക്കുള്ള മഹർ നിങ്ങൾ കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാം. ഇതാണ് ഖുർആനിലുള്ളത്. ഇത് മിശ്ര വിവാഹത്തിനുള്ള അംഗീകാരമാണെന്ന് എവിടെ നിന്ന്? ഇവിടെ ഊത്തുൽ കിതാബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകൾ എന്നാണ്. ആ വേദം നൽകപ്പെട്ട ആളുകൾ രണ്ട് വിഭാഗം ആളുകളെ അംഗീകരിക്കുന്നുള്ളൂ. തൗറാത്തിന്റെ ആളുകളെയും ഇഞ്ചീലിന്റെ ആളുകളെയും അംഗീകരിക്കുന്നുള്ളൂ. അതും അങ്ങനെയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ, ആ മതത്തിൽ അല്ലെങ്കിൽ ആ വേദക്കാരിൽ നിന്നും ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഇവരുടെ സനത് പരിശോധിക്കണം. അതായത് ഈ വന്ന വേദക്കാരിയായ പെണ്ണ് യഥാർത്ഥ വേദക്കാരിയാണോ എന്നുള്ളത്. ഇന്ന് ഊത്തുൽ കിതാബിന്റെ ആളുകളൊന്നും നമ്മുടെ കേരളത്തിലില്ല. കാരണം എന്താ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മതം മാറി കൺവെർട്ടഡായി വന്നിരിക്കുന്ന ആൾക്കാരല്ലേ കൂടുതലും. ആ പാരമ്പര്യം, ഇപ്പോ തോമാസ് ശ്ലീഹയുടെ പാരമ്പര്യമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും അല്ല, തോമാസ് ശ്ലീഹയുടെ പാരമ്പര്യമൊന്നുമല്ല. അങ്ങനെ വിവാഹം കഴിക്കേണ്ടി വന്നാൽ ഇവരുടെ സനത് കറക്റ്റാണോ എന്ന് പരിശോധിച്ചിട്ടേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കല്യാണം കഴിക്കുമ്പോഴും മുഹ്സനത്തായിരിക്കണം, അവൾ സച്ചരിതയായിരിക്കണം. ഇനി വേറൊരു രസം കൂടെ കേൾക്കും. മിശ്ര വിവാഹത്തിന് ഇപ്പം ഈ ആയത്ത് ആ കുട്ടി ഓതിയല്ലോ. ഇന്ന് ആ ഒരു കുട്ടി ഓതുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് എല്ലാ കുട്ടികളും ഓതുന്നുണ്ട്. അതായത് അന്യമതത്തിൽപ്പെട്ട ആൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വേണ്ടി വേദക്കാരെ കല്യാണം കഴിക്കാമെന്ന ആയത്ത് വെച്ചിട്ടാണെങ്കിൽ അവിടെ ഇസ്ലാം അനുവദിച്ചത് വേദക്കാരിൽപ്പെട്ട പെണ്ണുങ്ങളെ മുസ്ലിമിന് കഴിക്കാനാണ് അനുവാദം. ആ പെണ്ണിനെ ഈ മുസ്ലിമായ പുരുഷന് കല്യാണം കഴിക്കാം. വേദക്കാരിൽപ്പെട്ട പുരുഷന് മുസ്ലിമായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ അനുവാദം ഇല്ല. അപ്പൊ ഇതെങ്ങനെ ശരിയാവും? ഇനിയിപ്പോൾ ഇത് എല്ലാ അന്യമതത്തിൽപ്പെട്ട ആളുകൾക്കും കല്യാണം കഴിക്കാനുള്ള പെർമിഷൻ ആണ് എങ്കിൽ ഇത് എന്തില്ല, വേദക്കാരിൽപ്പെട്ട പുരുഷന്
അല്ലെങ്കിൽ അന്യമതത്തിൽപ്പെട്ട പുരുഷന് മുസ്ലിമായ പെണ്ണ് കല്യാണം കഴിക്കാനുള്ള അധികാരമില്ല. ഈ ആയത്തിൻ്റെ ഇതിൽ കിട്ടൂല. അവിടെ ഈ പറയപ്പെട്ട ആയത്തിന്റെ പരിധിയിൽ ഇവരില്ല എന്നതിന്റെ തെളിവ് സൂറത്തുൽ ബഖറയിലെ 221 ആയത്താ. എന്താ ആയത്ത്? വലാ തൻകിഹുൽ മുശ്രിക്കാത്തി, നിങ്ങൾ മുശ്രിക്കുകളെ കല്യാണം കഴിക്കല്ലേ, മുശ്രിക്കുകളായ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത്. ഹത്താ യുഅ്മിന്ന, അവർ മുഅ്മിനീങ്ങളാകുന്നത് വരെ. ഒരു മുശ്രിക്കത്തായ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് വല അമത്തും മുഅ്മിനത്തുൻ, അതിനേക്കാൾ നല്ലത് മുഅ്മിനത്തായ അടിമപ്പെണ്ണിനെ കല്യാണം കഴിക്കലാണ്. ഖൈറും മിൻ മുശ്രിക്കത്തിൻ, മുശ്രിക്കത്തായ പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഖൈർ. ബാക്കി എന്താ? വലൗ ആയിജബത്തുക്കും, അതാണ് പോയിന്റ്. വലൗ ആയിജബത്തുക്കും, അവൾ നിന്നെ എങ്ങനെയെല്ലാം അത്ഭുതപ്പെടുത്തിയാലും ശരി. സൗന്ദര്യത്തിന്റെ അങ്ങനെ നിറകൂടാണ്, ഇങ്ങനെ തൊട്ടാ ചോര പൊടിയും അങ്ങനെയൊക്കെ പറയാറില്ലേ? എത്ര വലിയ സൗന്ദര്യം ഉണ്ടായാലും, എന്ത് ഭംഗി ഉണ്ടായെങ്കിലും, ഇനി എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എങ്ങനെയൊക്കെ ആണെങ്കിലും അതിനേക്കാൾ നല്ലത് ഒരു മുഅ്മിനത്തായ അടിമപ്പെണ്ണാണ് നിനക്ക് നല്ലത്. അതേപോലെ വലാ തുൻകിഹുൽ മുശ്രിക്കീന, മുശ്രിക്കായ ആളുകളെ, പുരുഷന്മാരെ കല്യാണം കഴിക്കരുത്. ഹത്താ യുഅ്മിനു, അവർ മുഅ്മിനീങ്ങളാകുന്നത് വരെ. വല അബ്ദും മുഅ്മിനുൻ, ഒരു മുഅ്മിനായ അടിമയാണ് ഖൈറും മിൻ മുശ്രിക്കിൻ, മുശ്രിക്കിനേക്കാൾ നല്ലത്. വലൗ അഅജബക്കും, അവന് എത്ര വലിയ അത്ഭുതം കാണിച്ചാലും, എത്ര വലിയ സൗന്ദര്യം ഉണ്ടായാലും. ഒരു കൗൺസിലിങ്ങിന് പോയിരുന്നപ്പോൾ എല്ലാം കഴിഞ്ഞ് 3 മാസം കണ്ടാണ് ഒരുമിച്ച് ആ പെൺകുട്ടി അയാളുടെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. 3 മാസമേ ജീവിച്ചിട്ടുള്ളൂ. ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതാ. മുസ്ലിങ്ങളാണ്, അന്യമതമല്ല. ഒരു മുസ്ലിം പുരുഷനും മുസ്ലിം സ്ത്രീയും ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതാ. നിക്കാഹൊന്നും നടന്നിട്ടില്ല. ഏതോ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് 3 മാസം കഴിഞ്ഞ് തമ്മിൽ തല്ലി പിരിയാൻ വേണ്ടി വന്ന കേസാണ്. അങ്ങനെ കൗൺസിലിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു, മോളെ ഈ സാധനത്തിൻ്റെ എന്ത് കണ്ടിട്ടാണ് നീ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു, ഈ ചെക്കനെ. കാരണം ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള, സൗന്ദര്യമുള്ള, നല്ല എഡ്യൂക്കേഷൻ, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല പവർഫുള്ളായ ഒരു കുട്ടി. നീച്ച് നിൽക്കണമെങ്കിൽ വടി കുത്തിപ്പിടിക്കണം ആ ചെക്കന്. കഞ്ചാവ് അടിച്ചിട്ട് കിറിങ്ങിട്ട് ഇങ്ങനെ നീച്ച് നിൽക്കാൻ പോലും പറ്റണല്ലോ അവനക്ക്. അവൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് വിളറി, ഒരു പ്രത്യേക പ്രകൃതം. അവൻ്റെ എന്ത് കണ്ടിട്ടാണ് നീ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞ മറുപടി കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. അവൻ്റെ കട്ടത്താടി കണ്ടിട്ടാണ്, അവൻ്റെ കട്ടത്താടി കണ്ടിട്ടാണ് വീണു പോയതാണ്. ഇത്രേ ഉള്ളൂ. ആ ഒരു പോയിന്റ് മേലാണ്, ഏതെങ്കിലും ഒരു പോയിന്റ് മേലാണല്ലോ കയറി പിടിക്കണത്. പ്രേമം എന്ന് പറഞ്ഞാൽ അതിന് പറഞ്ഞില്ലേ, അന്തമാണ്, കണ്ണില്ല എന്നൊക്കെ പറയുന്നില്ലേ. ഈ ഇമ്രീൽ കൈസിൻ്റെയും ലൈല മജ്നൂൻ്റെ ഒക്കെ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് ചിരി വന്നു പോകണത് അതൊക്കെ തന്നെയാണ്. മറ്റേ ലൈല മജ്നൂൻ പോയിട്ട് ലൈല മജ്നൂൻ്റെ മുഅല്ലഖകളൊക്കെ വായിക്കുമ്പോഴേ കവിതയിൽ ഉള്ള ഒരു രസകരമായ കാര്യമാണ്. ലൈല മജ്നൂൻ പോയിട്ട് ഒരു വലിയ ചുമരിനെ പോയി ചുംബിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ പറയാണ്, എൻ്റെ ലൈലയുടെ തോട്ടത്തിൽ നിന്നും അതിലത്തെ മരത്തിൽ നിന്നും അടിച്ചു വീശുന്ന കാറ്റ് ഈ മതിലിൽ പോയി വന്ന് മുട്ടുന്നുണ്ട് എന്നാണ് കാരണം. അന്തമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ, അന്താണ്. ഈ സാധനം തലേ കയറി കഴിഞ്ഞാൽ ഒരു പിടുത്തമില്ല. ഇവനാണെങ്കിലോ ഈ കുട്ടീനെ ഒഴിവാക്കാൻ തയ്യാറുമല്ല, വിവാഹം ക്യാൻസൽ ചെയ്യാനും തയ്യാറല്ല. ഇവർക്ക് അവൻ്റെ കൂടെ ജീവിക്കാനും പറ്റൂല. എത്ര പണിപ്പെടുന്നുണ്ടെന്നറിയോ? വല്ലാത്ത പ്രശ്നങ്ങളാണ്. അതാണ് പൊതുവെ ഈ ഒളിച്ചോട്ട വിവാഹങ്ങളും മിശ്ര വിവാഹങ്ങളും എന്തെല്ലാം അത്ഭുതം അവരുടെ മേത്തുണ്ടെങ്കിലും നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞത്. അപൂർവങ്ങളിൽ അപൂർവമായ പ്രണയ വിവാഹങ്ങളും ഒളിച്ചോട്ട വിവാഹങ്ങളും നിലനിൽക്കുന്നുള്ളൂ. ഭൂരിപക്ഷവും തമ്മിത്തല്ലി തകർന്നു പോകും. ഈ അപൂർവങ്ങൾ തന്നെ നിലനിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയാമോ? വേറെ വഴിയില്ല.
വേറെ വഴിയില്ല. മക്കളായിപ്പോയി, കുട്ടികളായിപ്പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സഹിക്കുക തന്നെ, മറ്റു മാർഗങ്ങളില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടിലെ എറണാകുളത്ത് എൻ്റെ നാട്ടിലെ ഒരു അയൽവാസി, എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നൊരു വേദനയാണത്. ഒരു 6-7 വീടുകൾക്ക് അപ്പുറത്തുള്ള ഒരു പെൺകുട്ടി, ആ റമദാനിൽ ആ കുട്ടി 3 ഖത്മ് തീർത്തിട്ട് എന്നോട് സന്തോഷം പറഞ്ഞതാണ്, ഞാൻ 3 ഖത്മ് തീർത്ത് എന്നുള്ളത്. ആ പെൺകുട്ടി ആ റമദാനും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് 4ാമത്തെ ദിവസം തൊട്ടടുത്ത ഒരു ചെറുമൻ്റെ വീട്ടിൽ വന്ന് കയറിയ പെൺകുട്ടി, ആ ചെക്കനായിട്ട് പ്രണയത്തിലായിട്ട് വന്ന് കയറി. അതുവരെ നല്ല വൃത്തിയായി വേഷം ധരിച്ച് നിന്ന പെൺകുട്ടി അവിടെ മുതൽ എൻ്റെ തൊട്ട് മതിലിൻ്റെ അപ്പുറത്തുള്ള വീട് അവിടേക്ക് വന്ന് കയറി. 7 വീടിന് അപ്പുറത്തുള്ള കുട്ടി. നമ്മൾ കാണുമ്പോൾ നോക്കുന്നത് ഈ കുട്ടിയുടെ മുഖത്തേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ അധികം കാലം നിലനിന്നില്ല, തകർന്നു പോയി. ഇത് നമ്മുടെ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വിവാഹം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, അനുഗ്രഹമാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂല്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കല്യാണം കഴിച്ചു പോയല്ലോ, ഇനിയിപ്പോൾ വല്ല ഒരു നിവൃത്തിയില്ല, അങ്ങനെ കഴിഞ്ഞുകൂടാം എന്നുള്ളതല്ല. എൻ്റെ ഭാര്യയെ എനിക്ക് അള്ളാഹു തന്ന നിഅമത്താണ്. അവളിൽ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അവനിൽ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടാകാം. അത് പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ അടുത്ത് ചില ആളുകളൊക്കെ വരാറുണ്ട്, മലവി വലിയ പ്രശ്നത്തിലാണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, എങ്ങനെയെങ്കിലും എനിക്ക് അതിനൊന്ന് ഒഴിവാക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, വേറെ കല്യാണം കഴിക്കണം, വലിയ കല്യാണം കഴിച്ച് ജീവിക്കണം. എൻ്റെ അടുത്ത് വരാൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ കാരണം ഞാൻ ബഹുഭാര്യത്വം സ്വീകരിച്ച ഒരാളാണ്. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ വേറെ വേഗം പെണ്ണിട്ടിച്ച് കൊടുക്കുന്നതാണ് വിചാരം. ഞാൻ ആർക്കും പെണ്ണിട്ടിച്ച് കൊടുക്കാറില്ല കേട്ടോ, ഒരു മനുഷ്യന് പെണ്ണിട്ടിച്ച് കൊടുക്കാറില്ല. കാരണം എനിക്കറിയാം എൻ്റെ ഗതി എന്താണെന്നുള്ളത്, ഒന്നിൽ കൂടുതൽ കെട്ടിയതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം ഞാൻ ഒരാളെ കൊണ്ടിട്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ സത്യത്തിൽ കേരളത്തിലെ പുരുഷന്മാർക്ക് ബഹുഭാര്യത്വത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഉള്ള ഒരെണ്ണത്തിനെ തന്നെ എങ്ങനെ കൊണ്ടുനടക്കണമെന്ന് പഠിക്കാത്ത ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. അല്ല, അറിയില്ല ദാമ്പത്യ ജീവിതം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റി ഒരു ധാരണയൊന്നുമില്ല. അങ്ങോട്ട് ജീവിക്കുക തന്നെ, വേറെ വഴിയൊന്നുമില്ല. കുറച്ചാലും അങ്ങനെയായിട്ട് പോകും, പിന്നെ തട്ടിമുട്ടി. വളരെ ആസ്വദിച്ച് ജീവിക്കേണ്ടതാണ് ദാമ്പത്യം. സ്റ്റഡി ചെയ്യണമെന്ന് മാത്രം, എന്തോ ആകട്ടെ. വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈവാഹിക ജീവിതത്തിലെ ഈ പൊല്ലാപ്പും ഈ പ്രശ്നങ്ങളും ഒക്കെ കാണുന്നത് കൊണ്ട് ഒരു വിഭാഗം ആളുകൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതൊരു പ്രശ്നമാണ്. വിവാഹത്തിന് തയ്യാറാകുന്നില്ല, അത് ഭാരിച്ച ഉത്തരവാദിത്തം പോലെയാണ് ആളുകൾ കാണുന്നത്. അവിടെ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, അള്ളാഹു പറഞ്ഞത് വജഅൽനാ ലഹും അസ്വാജം വദുരിയ വലഖദ് അർസൽനാ റുസലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജം വദുരിയ. സൂറത്തുർ റഅദിലെ 38-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, നമ്മൾ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, ആ പ്രവാചകന്മാർ മുഴുവനും വിവാഹം കഴിച്ചിട്ടുണ്ട്, അവർക്ക് മക്കളും ഉണ്ടായിട്ടുണ്ട്. നബിമാർ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ആർക്കാ? ഭൂമിയിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ആർക്കാ? നബിമാർക്കാണ്. നബിമാരോളം ഉത്തരവാദിത്തമുള്ള ഒരാളും ഇല്ല. അപ്പോൾ ഉത്തരവാദിത്തത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിവാഹത്തിൽ നിന്നും ഒരാൾക്ക് ഒഴിവാകാൻ കഴിയുമെങ്കിൽ അത് പ്രവാചകന്മാർക്കാണ്. പക്ഷെ പ്രവാചകന്മാർ മുഴുവനും എന്ത് ചെയ്തിട്ടുണ്ട്? വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതിൻ്റെ പിന്നിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചൊരു ഒരു ഉദ്ധരണിയുണ്ട്. മാ മനാക്ക, ഇപ്പോൾ ഒരുതരം ചുമ ഇറങ്ങിയിട്ടുണ്ട്, അത് ബാധിച്ചിരിക്കുക. 3 ആഴ്ചയുടെ മുകളിലായി ഈ ചുമ തുടങ്ങിയിട്ട്. എല്ലാവർക്കും ഉണ്ട്, വലിയൊരു പ്രശ്നം, അലർജിയോ എന്തോ വൈറസോ എന്തോ ആണെന്ന് തോന്നുന്നു. മാ മനാക്ക മിന നിക്കാഹി ഇല്ല അജ്സുൻ ഔ ഫജൂർ. വിവാഹപ്രായമായിട്ടും ഒരാൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല എങ്കിൽ അവരിൽ ഒന്നിരിക്കൽ അജ്സ് ഉണ്ടാകും. അജ്സ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള ശാരീരിക ന്യൂനത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഷണ്ഡനായിരിക്കും എന്നർത്ഥം. അതല്ല എങ്കിൽ ഫജൂർ ഉണ്ടാകും, എന്തെങ്കിലും വൃത്തികേട് നാം അറിയാതെ പിന്നിൽ നടക്കുന്നുണ്ടാകും.
ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നുമില്ലാതെ ഒരാൾ ഒരിക്കലും വിവാഹത്തിൽ നിന്നും പിന്മാറുകയില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് വിവാഹപ്രായമായാൽ അവരെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ച് അയക്കുക. ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 18 വയസ്സ് എന്ന് പൂർത്തിയാകണോ അന്ന് ഞാൻ നിക്കാഹ് ചെയ്ത് അയക്കും. അത് ഞാൻ പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയായ അന്ന് കല്യാണം ആലോചിക്കാൻ തുടങ്ങി. 2 ആഴ്ച കൊണ്ട് കല്യാണം ശരിയായി നടത്തി കൊടുക്കുകയും ചെയ്തു. അതാണ് എൻ്റെ രീതി. വേഗതയിലാവുക എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ നിന്ന് ബാഅത്തിന് കഴിയുമെങ്കിൽ, ബാഅത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പോറ്റാൻ കഴിയുക എന്നല്ല. അതാ തെറ്റിദ്ധാരണ നമുക്ക് വന്നത്. പോറ്റാൻ കഴിയുക എന്നുള്ളതല്ല ബാഅത്തിനർത്ഥം. മറിച്ച് ഒരു പെണ്ണും ആണും തമ്മിൽ വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവുകൾ എന്തൊക്കെയുണ്ടോ അതവർക്കുണ്ട് എങ്കിൽ, ഒരു പെണ്ണിനെ ശാരീരികമായി തൃപ്തിപ്പെടുത്താൻ, അവളെ മാനസികമായി തൃപ്തിപ്പെടുത്താൻ, വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള ശാരീരിക മാനസിക പക്വതയുണ്ടായാൽ ഫല്യതസവ്വജ്, കല്യാണം കഴിക്കട്ടെ എന്നാ. നമ്മുടെ നാട്ടുകാർ രീതി എന്താ? ഫിനാൻഷ്യലി സെറ്റിൽ ആയതിനു ശേഷം കല്യാണം കഴിക്കട്ടെ എന്നാണ്. അല്ല, സാമ്പത്തിക ഭദ്രത എന്നുള്ളത് ഇതിന്റെ മറ്റൊരു ഘടകമാണ്. ഇസ്തിത്താഅത്ത്, ബാഅത്തിന് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാതെ വിടുമ്പോൾ, മക്കൾക്ക് പ്രായമായിട്ടില്ല എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ ഒരു പരിധി വരെ ആ രക്ഷിതാക്കളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. പോൺ സൈറ്റുകൾ കാണാനും സ്വയംഭോഗത്തിലേക്ക് പോകാനും അതേപോലെ ഹോമോസെക്ഷലിലേക്ക് പോകാനും ഒക്കെയുള്ള പ്രധാനമായ കാരണങ്ങൾ ഇതാണ്. മക്കളുടെ മെയിൻ്റെ എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 17-18 വയസ്സ്, ആൺകുട്ടികളൊക്കെ 17-18 വയസ്സ് പ്രായമാകുമ്പോഴേക്കും അവരുടെ മനസ്സിൽ കല്യാണം കഴിക്കണം എന്നുള്ള ചിന്തകളൊക്കെ വരാൻ തുടങ്ങും. അവരുടെ മൈൻഡിലുണ്ടാവും അത്. നിങ്ങളുടെ 17-18 വയസ്സ് പ്രായത്തിൽ നിങ്ങൾ എന്താ ചിന്തിച്ചിരുന്നത്? നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ 17-18 വയസ്സ് പ്രായത്തിൽ നിങ്ങൾ എന്താ ചിന്തിച്ചിരുന്നത്? അത് മക്കളും ചിന്തിക്കും. അവരോട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഭരണഘടന അനുസരിച്ച് 21 വയസ്സാകുമ്പോഴാണ് ഒരാൺകുട്ടിക്ക് കല്യാണം കഴിക്കുന്ന പ്രായമാകുന്നത്. നിന്നെ 21ാമത്തെ വയസ്സിൽ അനക്ക് ഞാൻ പെണ്ണ് ആലോചിക്കട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡ് അതിലേക്ക് പോയി. അവൻ അവിടെ 21 വയസ്സാകാൻ വേണ്ടി കാത്തോട്ട് ഇരിക്കും. അവൻ ഈ പറയപ്പെട്ട വൃത്തികേടുകളിലേക്കൊന്നും പരമാവധി പോവില്ല. കാരണം എനിക്ക് 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാനുള്ളതാണ്. പക്ഷെ നമ്മുടെ ആളുകൾ പറയുന്ന വർത്താനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്ത് അവനെ ഗൾഫിലേക്ക് അയച്ച് അവിടെ 2 കൊല്ലം നിന്ന് 3 കൊല്ലം നിന്ന് ഇവങ്ങനെ കണക്കൂട്ടും. ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ഗൾഫിൽ പോയി അവിടെ അധ്വാനിച്ച് വീടുണ്ടാക്കി പെങ്ങളുടെ കല്യാണത്തിൻ്റെ കടങ്ങ് തീർത്ത് ഞാൻ 10-30 വയസ്സായാലും പെണ്ണ് കിട്ടൂല. പിന്നെ എനിക്കെന്താണ് വഴി? ഇതൊക്കെ തന്നെയാണ് വഴി. ഞാൻ അതിലേക്ക് ചിന്തിക്കും. അവരുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. ഒരു പെൺകുട്ടി അവൾ പ്രായപൂർത്തിയായാൽ, അവരുടെ മെൻസസ് പീരീഡ് സ്റ്റാർട്ട് ചെയ്താൽ അവർ ചിന്തിക്കുന്നത് ആൺകുട്ടികളെ പറ്റിയാണ്. അത് ചിന്തിക്കും. ഒരു ആൺകുട്ടിനെ കാണണം, സംസാരിക്കണം, അവരുമായിട്ട് ഇടപഴകണം. ഈ മൈൻഡ് എല്ലാ പെൺകുട്ടികൾക്കുണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. സ്ത്രീകളോടുള്ളതായ താല്പര്യം പുരുഷന്മാർക്കും പുരുഷന്മാരോടുള്ള താല്പര്യം സ്ത്രീകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കാരമായി കൊടുത്തതാണ്. അതില്ലെങ്കിലാ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരാൾക്ക് നോക്കാൻ തോന്നുന്നില്ല. ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടികളോട് നോക്കാൻ തീരെ താല്പര്യമില്ല. അത് പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും അല്ലേ? പിന്നെ പെൺകുട്ടികളുടെ താല്പര്യമില്ല എന്ന് പറയുക കംപ്ലൈൻ്റ് ആണത്. അല്ലാഹു അലങ്കാരമായിട്ട് കൊടുത്തതാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു പെൺകുട്ടി മെൻസസ് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് അവൾ ഏകദേശം ആ ലെവലിലേക്ക് വരാൻ തുടങ്ങിയാൽ തന്നെ അവളുടെ മൈൻഡിലേക്ക് ഇട്ട് കൊടുക്കണം. 18 വയസ്സാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിവാഹപ്രായട്ടോ. 18 വയസ്സ് വരെയുള്ള എന്ത് പരിപാടി എന്തോന്നില്ലായിക്കോ, പഠിത്തോ എന്തോന്ന് വെച്ചായിക്കോ, അതൊക്കെ ഞങ്ങൾ ചെയ്തു തരും. 18ാമത്തെ വയസ്സിൽ നിന്നെ കെട്ടിക്കും. പിന്നെ പഠിത്തമൊക്കെ അതിനുശേഷം മതി. ഈ ഒരു മൈൻഡ് അവരുടെ ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് വെച്ചിട്ട് ജീവിക്കും. ഇത് അടുത്ത കാലത്തൊന്നും എന്നെ കെട്ടിക്കലുണ്ടാകൂല എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത്? ഈ പറയപ്പെട്ട വഴികൾ തേടിപ്പോകുന്നത്.
വേറൊരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹപ്രായം എന്നതിൻ്റെ അപ്പുറം ചില ആളുകൾ പറയാറുണ്ട് പക്വത എത്തിയിട്ടില്ല, ഓനക്ക് വരുമാനമൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. ഓനക്ക് വരുമാനമൊന്നും ആയിട്ടില്ല, അതൊരു കാരണമായിട്ടാണ് പറയണത്. അത് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ മകൻ അവൻ വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവനക്ക് എത്രാമത്തെ വയസ്സിലാണ് ലൈസൻസ് എടുത്ത് കൊടുക്കണം? ലൈസൻസ് 18 വയസ്സായ ലൈസൻസ് എടുത്ത് കൊടുക്കും അല്ലേ? 18 വയസ്സായവനക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. 18 വയസ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓന് കോളേജിൽ പോകാനും അവന് മറ്റുള്ള ആളുകളുടെ അടുക്കലേക്ക് പോകാനും ബൈക്ക് മേടിച്ചു കൊടുക്കും അല്ലേ? നിങ്ങളുടെ കാർ ഓടിക്കാൻ അവന് കൊടുക്കൂലേ? ഒക്കെ കൊടുക്കും. ഓനൊരു 10 20 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങളില്ലാത്തപ്പോൾ അവനെ കയറ്റിയിരുത്തും. അവിടെ ഇരിക്കടാ, ഞാൻ ഇന്ന് കല്യാണത്തിന് പോവാണ്, ഏൽപ്പിച്ചിട്ട് പോകും അല്ലേ? ബാങ്കിൽ കുറച്ച് ഫണ്ട് ഇടാനുണ്ട്, ആ ക്യാഷ് ഓനെ ഏൽപ്പിക്കും, ഓൻ കൊണ്ടുപോയിടും. ഇതിനൊക്കെ ഓൻ പറ്റും. പെണ്ണിട്ടാൽ മാത്രം അവനക്ക് പറ്റൂല, പെണ്ണിട്ടാൽ മാത്രം അവനക്ക് പ്രായമായിട്ടില്ല. എന്ത് പിടിത്തരാ അത്? ഈ വരുമാനം എന്നുള്ളത് വൈവാഹിക ജീവിതത്തിന്റെ ഒരു ഘടകം തന്നെയാണ്, അത് ശരി തന്നെയാണ്, ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ആയത്ത് നമ്മൾ മനസ്സിലാക്കണം. വഅൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും. എന്താ അതിനർത്ഥം? നിങ്ങളിൽ നിന്നുള്ള അവിവാഹിതരായ ആളുകൾ വിവാഹം കഴിക്കട്ടെ, സ്വാലിഹീങ്ങൾ, അതേപോലെ തന്നെ അടിമകൾ, അതേപോലെ അടിമ പെണ്ണുങ്ങൾ, ഇവരൊക്കെ വിവാഹം കഴിക്കട്ടെ. അവിവാഹിതരായ ആളുകൾ കല്യാണം കഴിക്കട്ടെ. ഈ യകൂനു ഫുഖറാ, അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ പോയതിൻ്റെ ഒരു പരാജയം മൊത്തത്തിൽ മുസ്ലിം ഉമ്മത്തിന് വന്നിട്ടുണ്ട്. ഈ യകൂനു ഫുഖറാ, അവർ ഫഖീർമാരാണ് എങ്കിൽ, ദാരിദ്ര്യമുള്ളവരാണ്, സമ്പന്നന്മാരല്ല, വരുമാനം ഇല്ല, അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് അവർക്ക് സമ്പന്നത കൊടുക്കും. എന്തിന്? കല്യാണം കഴിച്ചാൽ. അവ ദാരിദ്ര്യം വിവാഹത്തിന് തടസ്സം അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമ്പത്തില്ലായ്മ, വരുമാനമില്ലായ്മ വിവാഹത്തിന് തടസ്സം അല്ല. ഒരു കാരണവശാലും വിവാഹം വൈകിപ്പിക്കാനേ പാടില്ല. ഇനി മക്കൾ അങ്ങനെ വിവാഹം കഴിക്കണമെങ്കിൽ അവർ വീടുണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ചാൽ മതി, അവർ സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് രക്ഷിതാവ് വാശി പിടിക്കുന്നുണ്ട് എങ്കിൽ ആ രക്ഷിതാവ് ഒരു കാര്യം മനസ്സിലാക്കണം. വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നിക്കാഹ, കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത, അതിന് തടസ്സം നിൽക്കുന്ന രക്ഷിതാക്കൾ ഈ മക്കൾ സദാചാരം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഖുർആൻ പറഞ്ഞ എങ്ങനെയാ? ഇതൊന്നും നോക്കാണ്ട് മക്കളെ കണ്ട് അയച്ചുകൂടുക. സകലമാന തോന്നിയാസങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, ഇത് വാപ്പ അറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും വരുമാനം ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ചാൽ മതി. എന്തിനാ? ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്ന് കയറിയാൽ നീ ഇടുന്ന ഒരു ഗ്ലാസ് അരിയുടെ കൂടെ ഒരു പിടിയും കൂടെ കൂടുതൽ ഇടേണ്ടി വരും, ഇത്രയല്ലേ ഉള്ളൂ. ആ ഒരു പിടി അള്ള കൂടുതൽ തരുന്ന അള്ള പറഞ്ഞല്ലേ, പിന്നെന്തിനായി പേടിക്കണത്? അത് ചെയ്യാൻ പാടില്ല. ഇവിടെ സലാസത്തുൻ ഹഖ്കുൻ അലല്ലാഹി ഔനഹും, 3 കൂട്ടരെ സഹായിക്കൽ അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുക. മനസ്സിലാക്കണം, 3 കൂട്ടരെ സഹായിക്കൽ അള്ളാഹു ഉത്തരവാദിത്തമാക്കി ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്ന്, അൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പോരാളിയെ സഹായിക്കൽ അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. വൽ മുക്കാത്തബു അല്ലത്തി യുരീദുൽ അദാ, മുക്കാത്തബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചനദ്രവ്യം എഴുതിയ അടിമ. അടിമത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ, അടിമ സമ്പ്രദായം, ഇന്നില്ല അത്. അപ്പോൾ ഒരടിമ അയാൾക്ക് സ്വതന്ത്രനാകണമെങ്കിൽ അയാളുടെ ഓണറിൻ്റെ അരികിൽ പോയിട്ട് പറയും, എന്നെ മോചിപ്പിക്കാമോ എന്ന് ചോദിക്കണം. അപ്പോൾ അയാൾ പറയാണ്, നിന്നെ ഞാൻ മോചിപ്പിക്കാം, പകരം നീ ഒരു 10 ലക്ഷം രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ അയാൾ പറയാണ്, അടിമ പറയാണ്, ശരി ഞാൻ 10 ലക്ഷം രൂപ തരാം, 6 മാസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ തരാം, എനിക്ക് മോചനദ്രവ്യം വേണം എന്ന് പറഞ്ഞാൽ ഈ 6 മാസത്തിനുള്ളിൽ ഇവൻ പണിയെടുത്ത് 10 ലക്ഷം രൂപ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്താൽ ഇവനക്ക് സ്വതന്ത്രനാകാം. അങ്ങനെ മോചനദ്രവ്യം എഴുതപ്പെട്ട കരാർ എഴുതിയിരിക്കുകയാണ്, 6 മാസം കൊണ്ട് ഇടപാട് തീർക്കണമെന്നുള്ളത്. അങ്ങനെയുള്ള അടിമയെ സഹായിക്കൽ അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹു അങ്ങനെ ഒരു അടിമ പോലും കരാർ പൂർത്തിയാക്കാതെ
പോയിട്ടില്ല, കരാർ പൂർത്തിയായിട്ടുണ്ട് എല്ലാ അടിമകൾക്കും. മൂന്നാമത്തേത് വന്നാക്കിഹുല്ലദി യുരീദുൽ അഫാഫ്, സദാചാരം പാലിക്കാൻ വേണ്ടി കല്യാണം കഴിച്ച ആൾ. വേറൊന്നല്ല കല്യാണം കഴിച്ചത്, കല്യാണം കഴിച്ചതിൻ്റെ ഉദ്ദേശം വേറൊന്നല്ല, ഞാൻ കല്യാണം കഴിച്ചില്ല എങ്കിൽ വൃത്തികേടിലേക്ക് പോകും, വിവാഹം കഴിച്ചില്ല എങ്കിൽ ഹറാമ് ഞാൻ ചെയ്യും, അത് ഭയപ്പെട്ടതുകൊണ്ട് കല്യാണം കഴിച്ചു. അതിന് സാമ്പത്തികമായ സൗകര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. നമ്മുടെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് അവർ ഹറാമിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാന്റെ സഹായം അവർക്കുണ്ടാകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യാതെ കണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ദുരാചാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ, മിശ്രവിവാഹം, ഒളിച്ചോട്ട വിവാഹം, പ്രണയ വിവാഹം, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാനമായ ആളുകൾ നമ്മളുടെ ചില ഇടപെടലുകൾ കൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതുകൊണ്ടുള്ള ഒരു വലിയ ലക്ഷ്യം കൂടെ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അത് നമ്മൾ സാധാരണ നിക്കാഹിൻ്റെ ഖുത്ബകളിലൊക്കെ കേട്ട് പരിചയമുള്ള ഒരു ആയത്താണത്. അള്ളാഹു പറഞ്ഞത് വമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എന്നാ പറഞ്ഞത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു, നിങ്ങൾ ഖുർആൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വമിൻ ആയാത്തിഹി എന്ന പോയിന്റ്. ആ പ്രയോഗം അള്ളാഹു പ്രയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നിടത്താണ്. ആകാശങ്ങളെ സൃഷ്ടിച്ചത്, വമിൻ ആയാത്തിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്, അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ്, അതേപോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ്, നക്ഷത്രങ്ങൾ, സൂര്യചന്ദ്രൻ, ഇതിൻ്റെയൊക്കെ സൃഷ്ടിപ്പ്, അതേപോലെ കടലിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ പറ്റി പരാമർശിക്കാൻ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗമാണ് വമിൻ ആയാത്തിഹി. അതേ പ്രയോഗം അള്ളാഹു ഇവിടെ എടുക്കുകയാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അപാര ദൃഷ്ടാന്തമാണ്. നമ്മളിൽ നിന്ന് നമുക്ക് ഇണയുണ്ടാക്കി തന്നെന്നുള്ളത്. വേറെ ഒരു ജീവിയിൽ നിന്നായിരുന്നു നമ്മുടെ ഇണയെങ്കിൽ എന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ, സ്ത്രീ എന്ന് പറയുന്ന വർഗത്തെ അള്ളാഹു കൂടെ സൃഷ്ടിച്ചിട്ടില്ല. ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി വേറെ ഒരു വർഗത്തിൽ നിന്നാകണം എന്നുള്ള വ്യവസ്ഥ. അപ്പോൾ വേറെ ഒരു ജീവിയിൽ നിന്നല്ല നമുക്ക് ഇണയെ തന്നിട്ടുള്ളത്. നമ്മളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവിധ ശരീരഘടനകളിൽ ഏകദേശം യോജിക്കുന്ന ചില വ്യത്യാസങ്ങളുള്ള, മാനസികാവസ്ഥയിൽ ചില വ്യത്യാസങ്ങളുള്ള ആളുകളെ അള്ളാഹു ഇണയാക്കി തന്നു. അത് വലിയ ദൃഷ്ടാന്തമാണെന്ന് പറയുന്നത്, അപാരമായ ദൃഷ്ടാന്തമാണ്. അത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലി തസ്കുനു ഇലൈഹ, നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് സമാധാനത്തോടെ ജീവിക്കുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ചോദിച്ചാൽ വളരെ അപൂർവമാണ്. വേണമെങ്കിൽ വാദത്തിന് വേണ്ടി എന്ത് ചെയ്യും, ഞാനുണ്ടെന്നൊക്കെ പറയാം അല്ലേ? അതൊരു വലിയ ശാസ്ത്രമാണ്, വലിയൊരു രീതിയാണ്. ദാമ്പത്യ ജീവിതം സമാധാനപൂർണമാക്കി എടുക്കുക എന്നുള്ളതൊരു കലയാണത്. അത് അഭ്യസിക്കണം. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അതിനു വേണ്ടി ഒരു കോഴ്സ്, ഒരു ട്രെയിനിങ് തന്നെ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് തന്നെ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഒരു മവദ്ദയെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, മവദ്ദ എന്ന പേരിൽ ഒരു കൗൺസിലിംഗ് സംവിധാനം തുടങ്ങുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഭാര്യയും ഭർത്താവും രണ്ടാളും 2 ടൈമിലായിട്ട് വന്നിട്ട് പറയണം, അവരിയ്ക്കണം. ഒരു 2 മണിക്കൂർ ഇരുന്നാൽ തന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സ്റ്റെപ്പുകളെ പറ്റിയൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം നിക്കാഹിനൊക്കെ വിളിച്ചാൽ ഞാൻ വേഗം ഏൽക്കും. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ അത് പോകും, അതിനേക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ സമയമാണത്. ആ ടൈം
അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി അവർക്ക് ടൈമില്ല പറഞ്ഞു കൊടുക്കാൻ. ആ ടൈം ഞാൻ ഉപയോഗപ്പെടുത്തും. അടുത്ത് കുറ്റിപ്പുറത്തൊരു നിക്കാഹിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായൊരു കാര്യമാണ്. പൊതുവെ ഞാൻ നിക്കാഹിന് പോകുമ്പോൾ മുമ്പൊക്കെ ആര് വിളിച്ചാലും ഞാൻ പോയി ഖുത്ബ ഒരു പ്രസംഗം നടത്തി കൊടുക്കും. ആ നിക്കാഹ് നമ്മൾ നടത്തിയാലും ഇല്ലെങ്കിലും ഞാൻ പോയി നടത്തി കൊടുക്കും. പിന്നീട് നമ്മൾ നടത്തുന്ന ഈ മലയാളത്തിലുള്ള പ്രസംഗത്തെ ഒന്നും അല്ലാതാക്കിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ എന്ത് ചെയ്യും, അത് കൊളാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, നിക്കാഹും നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഖുത്ബയ്ക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറ്റിപ്പുറത്ത് ഒരു ടീം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിക്കാഹ് അവരാണ് നടത്തുന്നത്, മൗലവി ഒരു ഖുത്ബ നടത്തണം, അത് അവിടെ അനിവാര്യമാണ്, മൗലവിക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, നമ്മൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം ഒഴിവായെങ്കിലും നമ്മുടെ പ്രവർത്തകരുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ മുസ്ലിയാക്കന്മാരെല്ലാവരും ഉണ്ട്. നമ്മളെ ഏതാണ്ട് ഒരു പ്രത്യേക ജീവിയായിട്ടാണ് കാണുന്നത്. എന്തായാലും ഞാൻ എഴുന്നേറ്റ് നിന്ന് അപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പും എന്നെ ക്ഷണിച്ച ആൾ പറഞ്ഞു, സമയമെടുത്ത് സംസാരിച്ചോ എന്ന് പറഞ്ഞു. എന്തായാലും സമയം എത്ര എടുത്താലും ഒരു 20 മിനിറ്റിൻ്റെ മുകളിലേക്ക് ഒരു ഖുത്ബ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു 15-20 മിനിറ്റിൽ അവസാനിപ്പിക്കണമെന്ന രീതിയിൽ ആരംഭിച്ചു. 5 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട്, അവിടെ മുമ്പിൽ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട്, സമയം വൈകി, പെട്ടെന്ന് നിർത്തണമെന്ന്. നിങ്ങളൊന്ന് ആലോചിക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആ ഇരിക്കുന്ന പുതിയാപ്പിളക്കും പുതിയണ്ണിനും പറഞ്ഞു കൊടുക്കുക. നമ്മൾ ആ കുട്ടികൾ ജീവിതത്തിൽ അതിന് മുമ്പ് ഈ പോയിന്റ് കേട്ടിട്ടുണ്ടാവില്ല. അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റാണത്. ആ പറയുന്ന വർത്തമാനത്തിലെ ഒരു വാക്ക് മതിയായിരിക്കാം ഒരു പക്ഷെ അവരുടെ ദാമ്പത്യ ജീവിതം സുന്ദരമാക്കി തീർക്കാൻ. ഞാൻ സ്റ്റക്കായി പോയി. ആ വർത്തമാനം എന്താണോ ഞാൻ പറഞ്ഞത്, അയാൾ ആ പറഞ്ഞ വാക്കിന് ശേഷം പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ വേഗം പോയി അവിടെ കസേരയിൽ പോയിരുന്നു. ആ ഇരുന്ന ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല, മൗലവി ആ പറഞ്ഞ വാക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇരുന്നാൽ മതി എന്ന് ആരും പറഞ്ഞില്ല എന്നോട്. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എത്രമാത്രം, അവിടെയാണ് നമ്മുടെ മുജാഹിദുകളുടെ ആ നിലപാടുകൾ അല്ലേ, ഏറ്റവും ശക്തമായ നിലപാടാണ് നിക്കാഹിൻ്റെ മുമ്പ് ആ 2 വാക്ക് പറയാൻ പറ്റിയ ആൾ പറയണം എന്നുള്ളത്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത്. നിക്കാഹിൻ്റെ ഖുത്ബ നിർബന്ധമോ അതല്ലെങ്കിൽ ഒരു സുന്നത്തോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് ഒരു സാന്ദർഭികമായ ഉപദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇത്തിബാ ഉണ്ട്. പക്ഷേ എല്ലാ നിക്കാഹുകളിലും ഖുത്ബ നടത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് അനിവാര്യമാണ്. അത് ഏതെല്ലാം വേദികളിൽ നമുക്കിത് പറയാൻ പറ്റും അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അവിടെ പറഞ്ഞത് ലി തസ്കുനു ഇലൈഹാ, സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. വിവാഹം കൊണ്ട് സമാധാനമാണ് കിട്ടുന്നത്. അത് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാത്തത് കൊണ്ടാണ് സമാധാനം കിട്ടാത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വിവാഹം പ്രവാചകന് സന്തോഷവും സമാധാനവുമായിരുന്നു. അത് എങ്ങനെ നബി ജീവിച്ചു എന്നുള്ളത് ചോദിച്ചാൽ മനസ്സിലാക്കി തരും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണക്കങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഉള്ളിൽ ഒതുക്കാൻ പഠിക്കണം. നമ്മളൊരിക്കലും പിണക്കങ്ങളെ പുറത്തു പറയരുത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഉള്ളിൽ പിണക്കങ്ങളെ ഒതുക്കണം. അത് വലിയൊരു പോയിന്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും തമ്മിൽ പിണങ്ങിയിട്ടില്ലേ? 9 ഭാര്യമാരായിട്ട് ഒരുമിച്ച് പിണങ്ങി റസൂലുള്ളാഹ്. 9 ഭാര്യമാരായിട്ട് ഒരുമിച്ച് പിണങ്ങി. എന്താ വിഷയം? എന്തായിരുന്നു? മൂനത്ത് കൂടുതൽ കിട്ടും, ചെലവിന് കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞു. മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കുള്ള വിഹിതം വളരെ പരിമിതമാണ്. അപ്പോൾ അത് മറ്റുള്ളവരോട് പോലെ നമുക്കും കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാർ തമ്മിൽ ഐക്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് കാര്യം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മറ്റ് പെണ്ണുങ്ങളെ പോലെയല്ല, നിങ്ങൾക്ക് മാറ്റമുണ്ട്. നിങ്ങൾ പ്രവാചകൻ്റെ ഭാര്യമാരാണ്, അതിൻ്റേതായ പക്വത നിങ്ങൾ കാണിക്കണം. പക്ഷെ അവർ സംതൃപ്തമായില്ല. അപ്പോഴാണ് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിണങ്ങിയത്, ഞാനിനി 1 മാസത്തേക്ക് നിങ്ങളായിട്ട് എന്ത് ചെയ്യില്ല, ഇടപഴകൂല, നിങ്ങളായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. 1 മാസത്തേക്കാണ് പിണങ്ങിയത്.
ആ 9 ഭാര്യമാരായിട്ട് 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. 11 ഭാര്യമാരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് 9 ഭാര്യമാരുണ്ടായിരുന്നു. ആ 9 ഭാര്യമാർ അതിൽ എന്ത് ചെയ്ത്, ഒരു അൻസാരിയായ സഹാബിയുടെ വീടിൻ്റെ മുകളിൽ താമസം തുടങ്ങി. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. 29ാമത്തെ ദിവസം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ആയിഷയുടെ അരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. 29ാമത്തെ ദിവസം മഗ്രിബ് നിസ്കരിച്ചിട്ടാ പറഞ്ഞത്. ആയിഷ ചോദിച്ചു, ഒരു മാസത്തേക്ക് പിണങ്ങിപ്പോയ ആള് 29 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തിയെ വന്നു, ഒരു ദിവസം കൂടെ കാത്തിരുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആ പിണക്കം വേണമെങ്കിൽ 2 മാസം ഒന്നും കൂടെ നീട്ടും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഈ മാസം 29 ഉള്ളൂ, നിലാവ് കണ്ട് പുതിയ മാസം ആരംഭിച്ച് കഴിഞ്ഞ്. ഇതാണ് നമ്മുടെ നിലപാട്. പ്രകോപിപ്പിക്കുക എന്നുള്ളത് അവരുടെ പ്രകൃതം, പ്രകോപിപ്പിക്കും, അത് അവരുടെ പ്രകൃതം. പക്ഷേ സംയമനം എന്നുള്ളത് നമ്മുടെ നിലപാടാണ്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ, ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് കരുത്ത്. ഏത് കരുത്ത്? ഫിസിക്കലി മാത്രമല്ല, മെന്റലിയും എല്ലാ അർത്ഥത്തിലും പവർഫുൾ പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ കരുത്തുള്ള ആൾക്കാരല്ലേ കരുത്തില്ലാത്ത ആൾക്കാരോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അല്ലേ? ഒരു ചെറിയ വണ്ണം കുറഞ്ഞ ഒരു ആരോഗ്യമില്ലാത്തൊരു ഒരാൾ, നമ്മുടെ ചെറിയൊരു കുട്ടി വന്നിട്ട് നമ്മുടെ മോന്തക്കൊരു തോണ്ടിക്കഴിഞ്ഞാൽ അടങ്ങിക്കടാ, അവിടെ അടിക്കല്ലേ, അതല്ലേ പറയുള്ളൂ. നമ്മളോടൊപ്പമുള്ള ഒരാൾ വന്നിട്ട് മോന്തക്കടിച്ചാലാ തിരിച്ചു കൊടുക്കും നമ്മള്. അപ്പൊ കരുത്തുള്ളവൻ കരുത്തില്ലാത്തവരോട് ആണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് അവരുടെ നാച്ചുറലാണ്. ആദം അലൈഹിസ്സലാമിനെ പ്രകോപിപ്പിച്ചതാരാ? ഹവ്വയല്ലേ? ഹവ്വയല്ലേ ആദം നബിയോട് പറഞ്ഞത് നമുക്ക് തിന്നാന്ന്? അപ്പൊ എന്താപ്പാ, അത് നല്ല മനുഷ്യൻ പറഞ്ഞതല്ലേ, അത് നമുക്ക് സ്വീകരിച്ചൂടെ? ഹവ്വയാ പറഞ്ഞത്. ആദം പറഞ്ഞ അള്ളാന്റെ കൽപ്പന. നിങ്ങൾ എന്തെന്നാ പറഞ്ഞത്? അള്ളാഹ് ചിലപ്പോൾ അയച്ചതാണെങ്കിൽ പ്രകോപിപ്പിക്കുക, അങ്ങനെ 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 അതിലേക്ക് കൊണ്ടുപോവുക. അത് അവരുടെ പ്രകൃതി, നാച്ചുറലാണത്. അത് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. അവിടെ നമ്മൾ പെട്ടുപോകരുത്. അവിടെ പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 29 ദിവസമേ ഉള്ളൂ ഈ മാസം കഴിഞ്ഞ്. നീ എന്നോട് വീണ്ടും ചോദിക്കാൻ വന്നല്ലേ, നീ ഇപ്പോഴും മര്യാദ പഠിച്ചിട്ടില്ല അല്ലേ, എന്നാ ശരി ഞാൻ പോവാണ്. അതല്ല, അതാണ് സുക്കൂൻ എന്ന് പറഞ്ഞ സമാധാനം കിട്ടും. വല്ലാഹി ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എത്തണം എന്നാണ്. എത്രയും പെട്ടെന്ന് എത്തണം, എവിടെ പോയാലും എത്രയും പെട്ടെന്ന് എത്തണം. ചില ആൾക്കാർ വീട്ടിലിരിക്കില്ല, ഉറങ്ങാൻ വേണ്ടി മാത്രമേ വീട്ടിലേക്ക് എത്തുള്ളൂ. ഉറങ്ങാൻ വേണ്ടി മാത്രം വീട്ടിലേക്ക് എത്തും, ബാക്കി പകലൊന്നും വീട്ടിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സഹിക്കാൻ പറ്റൂല. റേഡിയോ തുറന്നത് പോലെയാണ്, അങ്ങോട്ട് പറഞ്ഞൊന്നും കേൾക്കൂല, ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് കേൾക്കും. അങ്ങനെയല്ല, നമ്മളെപ്പോഴും ഈ സുക്കൂൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കണം ഉണ്ടാകേണ്ടത്. അവരുടെ നാച്ചുറൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളതായ ഒരു ധാരണ നമുക്കുണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, എന്തെല്ലാം കാര്യങ്ങളെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട്? എന്തെല്ലാം വീട്ടിലൊരു ക്ലോസറ്റ് വെക്കണമെങ്കിൽ അത് യൂട്യൂബിൽ നോക്കൂലേ, ഏതാ നല്ല മോഡലെന്ന്, അതെങ്ങനെ വെക്കണ്ടെന്ന് പഠിക്കാറുണ്ട് നമ്മൾ. എന്തുകൊണ്ട് ലൈഫ് സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റഡി ചെയ്യുന്നില്ല? സ്റ്റഡി ചെയ്യണം, നമ്മളും സ്റ്റഡി ചെയ്യണം, മക്കളെയും എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യിപ്പിക്കണം. ഏറ്റവും രസകരവും സുന്ദരവുമാണ് രണ്ട് കൂട്ടരും പരസ്പരം ധാരണയായി കഴിഞ്ഞാൽ. വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ. രണ്ടാമത്തെ ലക്ഷ്യം ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും തന്നു എന്നുള്ളതാണ്. മവദ്ദത്തും റഹ്മത്തും എന്ന് പറഞ്ഞാൽ, മവദ്ദത്ത് മീൻസ് പ്രണയം, റഹ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യം. അതൊക്കെ അള്ളാന്റെ വലിയ നിഅമത്ത, വലിയ ദൃഷ്ടാന്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതൊരിക്കലും ഒളിച്ചോടിപ്പോകുന്ന വിവാഹങ്ങൾക്ക് കിട്ടൂല. മവദ്ദത്ത് ഉണ്ടാകും, അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് പോവും. മവദ്ദത്ത് പോയി കഴിഞ്ഞാൽ തൊട്ട് പിറകെ റഹ്മത്ത് വരണം, റഹ്മത്ത് ഉണ്ടാകണം. ഉംറക്ക് പോകുമ്പോൾ ഒരു 80 വയസ്സ് പ്രായമുള്ളൊരു പ്രായം ചെന്നൊരു മനുഷ്യൻ, 80 വയസ്സുണ്ട് പ്രായം. അതിൻ്റെ ഭാര്യയ്ക്ക് ഏകദേശം 10-70-72 വയസ്സ് പ്രായമുണ്ട്. അങ്ങനെ രണ്ടാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉംറയ്ക്ക്.
എയർപോർട്ടിൽ ചെന്ന ആ സമയം മുതൽ ഞാൻ കാണുന്നുണ്ട് ഇവർ പരസ്പരം അടിയാ ഭയങ്കര പ്രശ്നമാണ്. അങ്ങോട്ട് പോകാൻ മനുഷ്യൻ ഇങ്ങ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഞാൻ മനസ്സിലാക്കി റബ്ബേ ഈ ഉംറ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ പെടും. കാരണം ഇവർ 2 പേരാണ്. ഇത് ഭയങ്കര പ്രശ്നമാണ് തമ്മിലടി ഉണ്ടായിക്കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് മക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അടിയും ബഹളവും കൂടും. അതിൻ്റെ പ്രകൃതി അതാണ്. ഞാൻ അങ്ങനെ വിഷമിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെപ്പോഴും അടിയാണ്, അടി ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. അങ്ങനെ ഈ തവാഫൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സ്ത്രീനെ കാണുന്നില്ല. ആകെ ബേജാറായി. 2:30 മണി സമയമാണ്, രാത്രി 2:30 മണി സമയമാണ്. ഞാൻ പറഞ്ഞ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, നിങ്ങൾ എന്തായാലും നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും റൂമിൽ കൊണ്ടാക്കി. ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി. എന്തായാലും കിട്ടും, കറങ്ങി തിരിഞ്ഞെങ്ങായാലും കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ ഇവരെ റൂമിൽ കൊണ്ടാക്കിയിട്ട് ഈ പ്രായം ചെന്ന ആളെ, നല്ല പ്രായമുണ്ടല്ലോ, അയാളെ കൊണ്ട് റൂമിലാക്കിയിട്ട് ഞാൻ ഇറങ്ങി നടക്കുകയാണ്. ഹറമിലേക്ക് തന്നെ പോവുകയാണ്, കണ്ടുപിടിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി നടക്കുമ്പോൾ ഈ കാക്കാതിലെങ്ങനെ നടക്കുക, അന്വേഷിച്ച് നടക്കുക. ഇയാളെ റൂമിലാക്കിയിട്ടാണ് ഞാൻ പോന്നേക്കണത്. അന്വേഷിച്ച് നടക്കുക, തമ്മി തല്ലി നടക്കുന്ന ആൾക്കാരാണ്. എവിടെയെങ്കിലും പോയി തൊലയിട്ടെന്നല്ല കരുതിയത്. ഇതിനാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. ആ മവദ്ദത്തും റഹ്മത്തും എന്ന് പറഞ്ഞാൽ അതാണ്. ഒടുവിലുള്ള ഇതിലത്തെ ടീസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ സ്ത്രീയെ എനിക്ക് കിട്ടുന്നത് 8:30 മണി സമയത്താണ്. 8:30 മണി സമയത്ത് ദാറു തൗഹീദിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്നുള്ള വിവരം ഒരു പോലീസുകാരൻ എനിക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ അവരെ കൂട്ടാൻ വേണ്ടി പോയി. അങ്ങനെ അവരെ കണ്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പുറകിൽ ഇയാൾ നിൽക്കുന്നുണ്ട്. അപ്പം ഇവർ തമ്മിൽ കണ്ടപ്പോഴുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അത്ഭുതപ്പെട്ടു പോയി. 80 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്ക് പ്രകാരം അവർ ഒരു 60 വർഷമെങ്കിലും ഒരുമിച്ച് ജീവിച്ച ആളുകളാണ്. വിരസത എന്നുള്ളത് ഉണ്ടാകില്ല. അത് ആ തമ്മിത്തല്ല അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. സ്നേഹത്തിൻ്റെ, ആ പ്രണയത്തിൻ്റെ ശൈലിയാണത്. അതുണ്ടെങ്കിലേ ആ ജീവിതം ഭംഗിയാകുള്ളൂ അവർക്ക്. അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്താണത്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മക്കൾക്ക് പകർന്നു കൊടുത്തില്ല എങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ വല്ലാതെ ആപത്തിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും അള്ളാഹു ഖൈറിലാക്കുമാറാകട്ടെ. ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ആയത്തിൽ ചിന്തിക്കണം, അപ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താൻ കഴിയും. ഈ ഒരു വിഷയം ഞാനിന്ന് പറയാനുള്ള കാരണം എന്നെ വല്ലാതെ ബാധിച്ച ഒരു വിഷയമായത് കൊണ്ടാണ്. അത് നമ്മുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. നമ്മുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കാനും കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.